ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്ന സിപിഎം അടുത്ത മാസം 12-ന് സംസ്ഥാന സമിതി യോഗം ചേരും. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബിജെപി സ്വാധീനം ഉറപ്പിക്കുന്നതായി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ മുന്നണി വിഷയത്തിൽ കോൺഗ്രസിന് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമാണുണ്ടായത്. കേരളത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. സേഫ് സെയിൻ ലാബ്ദിനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സേഫു, കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്, തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെ? കോൺഗ്രസിന്റെ രൂക്ഷമായ വിമർശനങ്ങൾ ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അവധാനത കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അത് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് അത്തരത്തിലൊരു ചർച്ച ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. അതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി യോഗം. കേരളത്തിൽ ഗവർണർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഷയങ്ങളിൽ കൃത്യമായ ചർച്ച നടത്തി കൃത്യമായ നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 12-ാം തീയതി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി.ജെ.പി. ഭീഷണിയിൽ കേരളത്തിന് ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി യോഗം നൽകുന്നുണ്ട്. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്വാധീനം ഉറപ്പിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യം. എന്തായാലും നാളെ കൂടി കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. നാളെ വൈകിട്ടോടുകൂടി സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയ സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കണ്ട് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും.